ഇങ്ങോട്ട് തിരിയൂ, അത് ഇങ്ങോട്ട് തിരിയൂ. എന്നിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലേ വണ്ടി അപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലായി വന്നിപ്പോണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് പോകുമ്പോൾ അടുത്തൊരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചൻകോവിലാണ്. ഏറ്റവും ടഫസ്റ്റ് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഫോറസ്റ്റ് ഏരിയ കൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചാനൽ ഫസ്റ്റ് നമ്മൾ തന്നെ കാണാൻ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മളിപ്പം അച്ചൻകോവിൽ പോകുന്ന വഴിക്കുള്ള എന്താ സ്ഥലത്തിൻ്റെ പേര്? ചെക്ക് ഡാം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പം നമ്മളിതൊരു അച്ചൻകോവിൽ എത്തില്ല. ഇനി ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ഇവിടുന്ന് അച്ചൻകോവിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ പോകുന്ന വഴിയിലുള്ള ചെറിയൊരു വ്യൂ പോയിൻ്റാണ് നമ്മുടെ ചെക്ക് ഡാം. നമുക്ക് താഴെ പോയി ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ചില സമയമാടാ ഇത് ഓഫ് ആവോടാ വീഡിയോ. പിള്ളേരൊക്കെ നിൽക്കുന്നു. ഡാമില്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. താഴെ ഇറങ്ങണോ? ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കാം. അച്ചൻകോവിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റിന് മുന്നേ ഏതാണ്ട് ഒരു 2-3 വ്യൂ പോയിന്റ് വരുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് നമ്മളിപ്പോൾ ഈ ചെക്ക് ഡാമിൽ വന്ന് നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ മാത്രമല്ല കേട്ടോ, അത് ഈ താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 4-5 ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മൂമെന്റ് തന്നെ. അതുപോലെ പിള്ളേരൊന്നും പറയേണ്ട ആവശ്യമില്ല, വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ പോയി കുളിക്കുകയാണ്. അപ്പം കുളിക്കുമ്പോഴത്തുള്ള സേഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു എബോ നമ്മുടെ ഒരു മുട്ടിൻ്റെ അവിടെ വരെ വെള്ളം വരുന്നുള്ളൂ. അതുപോലെ ഫാമിലീസ് അടുത്തുണ്ട്, അതുകൊണ്ട് ടെൻഷനില്ല. എല്ലാവരും നല്ല കിടിലായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊരു ഫോറസ്റ്റിനുള്ളിൽ പോകുമ്പോഴത്തേക്ക് ഒരു സെപ്പറേറ്റ് ഒരു വൈബാണ് സത്യം പറഞ്ഞാൽ. അപ്പം സോളോ റൈഡ് ഞാൻ വന്ന വഴിക്ക് തന്നെ ഒത്തിരി ബൈക്ക് റൈഡർമാരെ കണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലീസാണ് കേട്ടോ കൂടുതലും വന്നത് തന്നെ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു അച്ചൻകോവിൽ പോകുന്നത് തന്നെ. ഇത്ര അടുത്ത് ഞാൻ ഉണ്ടായിട്ടും പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് റെഡിയാക്കി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്കും കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടെന്നാണ് നമ്മൾ ഈ അച്ചൻകോവിലോട്ടുള്ള ഒരു റൂട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ. വളരെ എക്സൈറ്റഡ് ആണ്. എന്നിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലേ വണ്ടി അപ്പോൾ തിരിച്ചിട്ടെന്ന് ഓടുക കേട്ടാ. ലോങ് വീഡിയോ ലോങ്ങല്ലേ, ഒന്നും നോക്കരുത്. നീ പിടിക്കണല്ലേ ഈ ഹെൽമെറ്റിൽ ഇങ്ങനെ വെച്ചിട്ടില്ല, അതൊന്നും അറിയാൻ പറ്റുമോ. പോകുമ്പോൾ എന്തൊക്കെയാണ് ചുറ്റുപാട് ശ്രദ്ധിച്ചുകൂടി പോണേ. വരുന്നു നിൽക്കുന്നു. ശബരിമലയ്ക്കൊന്നും വഴിയില്ല, കാൽനട യാത്ര, കാനനപാത, പഴയത്, അച്ചൻകോവിൽ, അങ്ങനെ കോന്നി ആകുമ്പോഴത്തേ പത്തനംതിട്ട. ശബരിമല കോന്നി ചെന്നിട്ട് നമുക്ക് അവിടുന്ന് ഏകദേശം ചെറിയ വണ്ടികൾ മാത്രം പോകുന്ന വഴിയാണ് ചൂസ് ചെയ്ത് പോകുന്നത് തന്നെ. അത്ര കുറച്ചുകൂടി അഡ്വഞ്ചർ ആയിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ മെയിനായിട്ട് സേഫ്റ്റി നോക്കുക. ഫോറസ്റ്റിനുള്ളിലാണ് പോകുന്നതെങ്കിലും മെയിനായിട്ട് നമ്മൾ സേഫ്റ്റി ഫസ്റ്റാണ്. അപ്പം ഈ വഴി ചൂസ് ചെയ്ത് വരുമ്പോൾ അവരെ ഓൺ ടാസ്ക് ആയിരിക്കണം. കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ. അപ്പം മെയിനായിട്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ അവരുടെ മെയിൻ റിസ്കിലായിരിക്കണം ഈ ഒരു വഴി ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ. ഞാൻ ഏകദേശം ഒരു 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളിൽ പോയെങ്കിലും അവിടുന്ന് ഓപ്പോസിറ്റ് ഒരു ടീം അവിടുത്തെ ജോലിക്കാരായിരിക്കാം ആ വഴി അവർ റിട്ടേൺ വന്നപ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചത് അച്ചൻകോവിൽ പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു വഴി ചൂസ് ചെയ്തത്. പക്ഷേ അതിനകത്ത് അച്ചൻകോവിൽ പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴി നേരെ ഒരു കല്ലമ്പലം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിലാണ്. അവിടുന്ന് പിന്നെ റിട്ടേൺ വരികയോ ആ വഴിക്കൂടെ പോകാൻ പറ്റും. പക്ഷെ അച്ചൻകോവിൽ കയറാൻ പറ്റത്തില്ലാണെന്ന് എന്നാണ് അവർ പറഞ്ഞത് മെയിനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ടാസ്ക് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ വന്നിട്ട് ആ മെയിൻ റോഡിൽ നിന്ന് തന്നെ നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും മെയിൻ റോഡിൽ കൂടെ തന്നെ നമ്മൾ പോയതാണ്. പോകുമ്പോഴത്തേക്ക് ഏറ്റവും അതിശയിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനപ്പിണ്ടം ഇവിടെ കിടപ്പുണ്ട്. ഏകദേശം ഒരു 2-3 ദിവസം ആയിക്കാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇതുവരെ പോയ വഴിയിൽ ഞങ്ങൾ ഒരെണ്ണത്തിനെ പോലും സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ മറ്റേ വഴി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ചുകൂടി അഡ്വഞ്ചർ കൂടുതലായിരിക്കും. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്വഞ്ചറാണ്. അപ്പോൾ ആ ഒരു വഴി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ, കാരണം ചെറിയ കാറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സേഫാണ് കുറച്ചുകൂടി.
അപ്പം നമ്മൾ ഈ പോകുന്ന വഴി തന്നെ അത്യാവശ്യം വെള്ളം കുറവായിരുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ പോകുന്ന ചെക്ക് ഡാമിലാണെങ്കിലും വെള്ളം പൊതുവെ കുറവായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പുഴ ഓരൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചേരൊക്കെ അവിടെ നിർത്തി നോക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനൊക്കെ ആനകളൊക്കെ വരുമോ, നമുക്ക് അങ്ങനെയെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളവിടെ ഏതാണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു 9-10 മണിക്കാണെങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷേ ആ പ്ലാൻ മൊത്തത്തിൽ പൊളിഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആവും. എങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാം എന്നൊരു വിചാരത്തോടുകൂടിയൊക്കെയാണ് നമ്മൾ വന്നെങ്കിലും ഒന്നും ഇതുവരെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങോട്ട് തിരിയൂ, അത് ഇങ്ങോട്ട് തിരിയൂ, അത് ഇങ്ങോട്ട് ഇച്ചിരി ഇങ്ങോട്ട്, ഇച്ചിരി മയിലേ, ഇങ്ങോട്ട് നോക്ക് മയിലേ. അയ്യോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെല്ല് എനേബിൾ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഫോറസ്റ്റിനകത്തുള്ള അച്ചൻകോവിലുള്ള ഒരു യാത്ര നമ്മുടെ ചാനൽ മുഖാന്തരം നിങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ട് പോകുന്നത് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് ഞാനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരുടെ അടുത്ത് വരുന്ന ആ ഒരു ജംഗ്ഷനിൽ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അവരെ ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞത് വളവിൽ അത്യാവശ്യം സ്പോട്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളൊക്കെ കൂടുതലും ഈ വളവുകളിലാണ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഓരോ വളവുകളും കഴിയും തോറും വളരെ എക്സൈറ്റഡ് ആണ് ആ ഒരു സ്പോട്ട് ചെയ്യാൻ തന്നെ. അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതേപോലെ നമ്മുടെ ചാനലിൽ ഈ ഒരു നല്ലൊരു വ്യൂസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇനിയും പല പല ദൂരങ്ങളും പല ഇതും ട്രാവൽ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. അപ്പം ഞാൻ വലിയ ഒരു ബൈക്ക് ട്രാവലറോ അങ്ങനെ വലിയ മെയിനായിട്ടുള്ളതൊന്നുമല്ല. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ തീർച്ചയായിട്ടും എത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫസ്റ്റ് ടൈമുള്ള നമ്മുടെ കാട്ടിനുള്ളിലുള്ള നമ്മുടെ ഒരു യാത്ര. അമ്പലോടെ അമ്പലം ഏത് ഇവിടെ അങ്ങനെ നമ്മൾ ഒടുവിൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിന് മുന്നിലായി വന്നിപ്പോണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് എന്ന് പറയുമ്പോൾ ഒരു ആനയും കണ്ടില്ല, പക്ഷെ അമ്പലത്തിൽ വന്നപ്പോൾ ഒരു ആനയെ കണ്ട്. അപ്പോൾ വന്ന വഴിക്ക് എന്ന് പറയുമ്പോൾ ആകെ മയിലിനെയും പിന്നെന്തോടാ ഒരു അട്ടയെ മാത്രമേ കണ്ടു. അപ്പം ഇവിടുന്ന് ഇനി നമ്മൾ ഇനി തെങ്കാശിയിലാണ് കയറാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മേക്കര ഡാമിലോട്ട് വഴിയാണ്. അപ്പം അവിടെ മിക്കവാറും ചാൻസ് ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് വിടാനുള്ള പ്ലാനിങ് ആണ്. വന്ന വഴിക്ക് നമ്മളൊന്നും കണ്ടില്ല. ത്രില്ലിങ് ആയിരുന്നു, പക്ഷേ അത്രയും വിചാരിച്ചത്രയും ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇവിടെ KSRTC ബസ്സും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഒറ്റ ബസ് റൂട്ടല്ലേ, ആലിമുക്ക്
കറവൂർ മുള്ളുമല. അപ്പോൾ നമ്മളിനി ഹോട്ടൽ തിരക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇവിടെ അമ്പലം തുറന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വേറെ എന്തോ പരിപാടിയുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരു ആനയുണ്ട് കേട്ടോ അമ്പലത്തിനകത്ത്. പക്ഷെ അമ്പലത്തിനകത്ത് നമ്മൾ കയറുന്നില്ല. അപ്പോൾ ആനയുടെ വണ്ടി അവിടെ വന്ന് നിൽപ്പുണ്ട്, ആനയെ കൊണ്ടുപോകാൻ വേണ്ടി. അയ്യപ്പൻ അല്ലല്ലോ, ലക്ഷ്മി അയ്യപ്പൻ. ஒரு லாக் போட்டு நண்பர்களே வந்துருக்கோம் நாங்கள் அடிக்கிறோம்.
അപ്പോൾ ഇനി അടുത്ത് നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് എൻട്രി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നത് മേക്കര ഡാമിലോട്ടാണ്. നമ്മൾ ഈ അച്ചൻകോവിൽ കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ ഒരു നിമിഷം പോലും നമ്മൾ ഒരു മൃഗത്തെ പോലും സ്പോട്ട് ചെയ്യാൻ കഴിയില്ല. വളരെ സാഡ്നെസ് ആണ്. അപ്പോൾ ഞാനും വിചാരിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സൈറ്റഡോടുകൂടി ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഫോറസ്റ്റിനകത്തൂടെയുള്ള ഒരു യാത്ര വന്നത് തന്നെ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആനകളെ സ്പോട്ട് ചെയ്യുന്നുള്ള ധൈര്യത്തോടെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരെണ്ണത്തിനെ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആകെ കണ്ടത് മയിലിന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ എന്തൊക്കെയും മേക്കര പോകുന്ന വഴിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്പോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ വരെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി അടുത്തൊരു സീസൺ ടൈം ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് വന്ന് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഒരെണ്ണത്തിനെ പോലെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയില്ല. വളരെ സാഡ്നെസ് ആയിപ്പോയി. കുഴപ്പമില്ല, എന്തെങ്കിലും അടുത്തൊരു വട്ടം നമ്മൾ തീർച്ചയായിട്ടും എടുക്കുന്നതാണ്. ഡാം അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് വന്നിരിക്കുന്നത് നമ്മളെ മേക്കര ഡാമിൻ്റെ എൻട്രിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഒത്തിരി ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഈ ചൂട് സമ്മർ സീസൺ ആയതുകൊണ്ട് എന്തൊക്കെയാലും വെള്ളം കാണത്തില്ല എന്നുള്ളത് മെയിൻ ഒരു ഇതാണെങ്കിലും ഇത് കാണാൻ വേണ്ടി ആൾക്കാരും വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് ഇങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ട്. അതും കൂടി നമ്മൾ കവർ ചെയ്തതാണ്. അതേപോലെ എനിക്കൊന്ന് ഇതിൻ്റെ ബാക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡാമിൻ്റെ ഭാഗം കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. എന്തൊക്കെയാലും നമ്മളൊരു എൻട്രി ഡാമിൻ്റെ അടുത്തോട്ട് തന്നെ പോവാണ്. എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ, ചേഞ്ച് വന്നിട്ടുണ്ടോ ഉള്ളതെന്ന് നോക്കാം. ഞാൻ ഏകദേശം ഒരു 2-3-4 മാസം എന്തായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി പിടിയിട്ട് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അടൈവിനി ഡാം, മേക്കര ഡാം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു കുറച്ച് ചേഞ്ച്, ഞാൻ ഇടയ്ക്ക് ഒരു 3-4 മാസം മുമ്പ് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ഉള്ള ചെറിയ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഈ നെറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ സീസൺ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഡാമിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആണെങ്കിൽ പോലും ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ളൊരു മുൻകരുതലായിരിക്കാം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. മറ്റേത് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങുന്നതാണ് ഈ സീസൺ ടൈമിലൊക്കെ വെള്ളം ഓവർഫ്ലോ ആകുമ്പോഴത്തേക്ക്. ഇപ്പം ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ നമ്മളിപ്പം അച്ചൻകോവിൽ കയറിയിട്ട് ആ ഹിൽസ് കയറി ഇറങ്ങി വരുമ്പോൾ തന്നെ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ ഒരു മേക്കര ഡാം വരുന്നത്. അപ്പം ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം അച്ചൻകോവിലും നമ്മൾ ഈ മേക്കര ഡാമിൻ്റെയും അപ്പോൾ ലോങ് വലിയ വീഡിയോ ഒന്നും ഇല്ല എങ്കിലും രണ്ടും ഒറ്റ പാട്ടായിട്ട് ഇടാനുള്ള പരിപാടിയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് അടുത്തൊരു ടെമ്പിളുണ്ട്. അപ്പോൾ ആ ടെമ്പിളും കൂടി കവർ ചെയ്യുന്നുള്ള പരിപാടിയാണ്. അപ്പം പൊതുവെ ഇപ്പം ആൾക്കാരും കുറവാണ് ഇവിടെ. ഇപ്പോൾ സീസൺ ടൈം അല്ല എങ്കിലും ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ അച്ചൻകോവിൽ നല്ല തിരക്കുണ്ട് ആ സമയത്തും.
ഇപ്പം എന്തെങ്കിലും സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം തിരക്കായിരിക്കും. ഒറ്റ വണ്ടി എന്നല്ല, ഇവിടെ വണ്ടി നിർത്താനേ സ്ഥലം കാണത്തില്ല. അന്നിവിടെ പശുവിനൊക്കെ ഇറക്കൂടെ അവർ, ഇതിനകത്ത് പശുവിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സെപ്പറേറ്റ് ഇത് കെട്ടി വെച്ചിരിക്കുക. ഒരു വിധത്തിൽ നല്ലതാണ്. അപ്പോൾ അടുത്ത് നമ്മളിനി പോകാൻ പോകുന്ന പറയുമ്പോൾ വനഭദ്രകാളി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 15-30 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോയിട്ട് പോലും നമുക്ക് ആ ഒരു ക്ഷേത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ആദ്യമേ ലൊക്കേറ്റ് വയ്ക്കുമ്പോൾ വേറെ ഏതൊരു ടെമ്പിളാണ് പോയി ഇറങ്ങിയത്. വീണ്ടും ഞങ്ങൾ മേക്കര ഡാമിന് തൊട്ട് ബാക്കിലാണ് ഈ ഒരു ക്ഷേത്രം വീണ്ടും നോക്കിയപ്പോൾ വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ പോകുന്ന വഴി മൊത്തം കാണുമ്പോൾ മനസ്സിലാവും, ജീപ്പാണ് കൂടുതൽ ഇതിനകത്ത് വരുന്നത് തന്നെ. ഞങ്ങൾ ഈ ബൈക്കും പിടിച്ചാണ് എങ്ങനെയെങ്കിലും ഈ ഒരു ഓഫ് റോഡ്, മൊത്തം പാറയാണ് കേട്ടോ, അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് ഫുള്ളും കയറുന്നത് ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ ഇത്രയും മേളിൽ കയറി പോയിട്ട് പോലും ആ ഒരു ക്ഷേത്രം അവിടെ ഇല്ല. അവിടെ ഉള്ളിടത്ത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ എല്ലാം ഞാൻ കാണിച്ചു കൊടുത്ത്, പക്ഷേ അവിടെ ഉള്ള ഒരാൾക്ക് പോലും ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാന്നാണ് പെട്ടത്. നമുക്ക് എത്രാമത്തെ വട്ടം പറയും പണി വളർന്നു വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഡാമിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ഒരു ക്ഷേത്രം എന്നറിഞ്ഞിട്ട് നമ്മൾ ഈ മേളിൽ വന്നപ്പോൾ ഈ ഡാമിൻ്റെ അവസ്ഥ നമ്മൾ സത്യം പറഞ്ഞാൽ കാണുന്ന തന്നെ വെള്ളമൊന്നുമില്ല കേട്ടോ, വരണ്ട് കിടക്കുവാണ്. ഇതിന് എപ്പോൾ നിറഞ്ഞ് ഓവർഫ്ലോ ആയി വരും എന്നുള്ളൊരു പിടുത്തവുമില്ല. എങ്കിലും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നിങ്ങളുടെ വ്യൂസ് അനുസരിച്ച് നമ്മൾ നല്ല വ്യൂസും നിങ്ങളുടെ നല്ല കമൻറ്റും കാര്യങ്ങളും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കയ്യിൽ ഗോപുര കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കഴിയുന്നത് എൻ്റെ ഫോണിനകത്താണ് ഞാൻ ഈ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെ. ചെറിയ ബ്ലറെല്ലാം വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. താങ്ക് യു ഫോർ